നമ്മൾ കോൾ ലാൻഡ് ട്രാൻസ്പോർട്ടേഷൻ മ്യൂസിയത്തിൻ്റെ അകത്തേക്ക് കയറാൻ പോവാണ്. യെസ്, സമയമുള്ളവർ ഇതൊക്കെ ഒന്ന് വായിച്ച് നോക്കണം കേട്ടോ. ഇവരുടെയൊക്കെ ഹിസ്റ്ററി തുടങ്ങിയത് 1830 to 1800 മുതലാണ്. നമുക്കൊക്കെ എന്താ പറയുന്നത്, ഓരോ കാര്യങ്ങൾ അറിയണത് വളരെ ലേറ്റായിട്ടാണല്ലേ. ഇതൊക്കെ ഇത്രയും ഓൾഡായിട്ടുള്ള ഇൻഫർമേഷൻസൊക്കെ കിട്ടുന്നത് വളരെ എന്താ പറയുക, നമുക്കൊക്കെ ഒരു അത്ഭുതം തന്നെയാണ്. ഇത് പറ്റുവാണെങ്കിൽ സ്ലോ ആക്കി കാണാൻ പറ്റുന്നവർ ഒന്ന് വായിച്ച് നോക്കണം. അമേരിക്കയുടെ ക്യാപിറ്റൽ വാഷിങ്ടൺ DC ഉയർത്തിയിരുന്ന പതാകയാണ് അതിവിടെ കൊടുത്തിരിക്കുന്നത്. പണ്ട് കാലത്തെ ട്രെയിലറുകൾ, പല ടൈപ്പ് വണ്ടികൾ, 100 വർഷം മുമ്പ് മുതലുള്ള വണ്ടികളാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. സ്റ്റീം എൻജിനിൽ വർക്ക് ചെയ്യുന്ന ഒരു വണ്ടിയാണിത്. 1930 യൂസ് ചെയ്തിരുന്ന ഫയർ ട്രക്കാണ്. 1965 മുതൽ യൂസ് ചെയ്തിരുന്ന ഫയർ ട്രക്ക്. അതുപോലെ കുറേ വണ്ടികൾ ഇവിടെയുണ്ട്. കുട്ടികൾക്കുള്ള സംഗതികളാണ് നമ്മളിനി കാണുന്നത്. പണ്ട് കാലത്തെ സ്ട്രോളർ, കുതിര വലിച്ചിട്ട് പോകുന്ന സ്നോ മാറ്റുന്ന, പണ്ട് കാലത്ത് 1900-1900 യൂസ് ചെയ്തിരുന്ന ഒരു എക്യുപ്മെൻ്റാണിത്. മരം കൊണ്ടുണ്ടാക്കിയിരിക്കുന്നത്. ടയർ കുതിരയുടെ വീലാണ് എൻ്റെ അകത്ത്. എന്തൊക്കെ കണ്ടുപിടുത്തങ്ങളാണല്ലേ. 1900 യൂസ് ചെയ്തിരുന്നതാണ്. ഇത് ജസ്റ്റ് ഒന്ന് റീമോഡിഫൈ ചെയ്തിട്ട് ഇവിടെ വെച്ചിരിക്കുന്നതാണ് ഇവർ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇവിടെ മുതൽ അങ്ങോട്ടേക്ക് സ്റ്റാർട്ടിങ് മുതൽ സ്നോ മാറ്റുന്ന ഓരോ മെഷീൻസാണ്. അവിടം വരെ കാണാം. ഓക്കെ, 1900, 1939, 1931, അത്രയും നാളുകൾക്ക് മുമ്പ് ഇതുപോലത്തെ മെഷീനുകൾ ഇവിടെ ഉണ്ടെന്നല്ലേ. 1933, 1935, 1940 ആയപ്പോഴത്തേക്കും ഒരു ലുക്ക് വന്നു. 1952 ഒരു ഗജവീരൻ. പണ്ടത്തെ ബ്ലാക്ക് സ്മിത്ത് ഷോപ്പിൻ്റെ ഒരു കുറച്ച് ഉപകരണങ്ങൾ. 1926 സ്നോയിലൂടെ പോകാൻ വേണ്ടി ഉള്ളൊരു വണ്ടിയാണിത്. ഇതൊരു പുലി വണ്ടിയാണ്. 1952 സ്നോയിൽ റെസ്ക്യൂ ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിർമ്മിച്ചൊരു വണ്ടിയാണ്. അതിവിടെ ന്യൂ ഹാംഷെയർ എന്ന് പറയുന്ന സ്റ്റേറ്റിൽ യൂസ് ചെയ്തിരുന്നതാണ്. ഒരുപാട് ആളുകൾ പ്ലെയിൻ ക്രാഷിലും അല്ലാതെയുള്ള കാര്യങ്ങളിലൊക്കെ റെസ്ക്യൂ ചെയ്യാൻ സ്നോയിൽ ഉപയോഗിച്ചിരുന്നത് ഈ ഒരു വണ്ടിയാണ്. 1952 ഹാൻഡ് പമ്പർ എന്ന് പറയുന്ന വണ്ടി. ഇനി നമ്മൾ കൃഷിക്ക് ഉപയോഗിക്കുന്ന മെഷീനറീസ് കുറച്ച് കാണാം. ഇത് നമ്മുടെ പൊട്ടറ്റോ, ഉരുളക്കിഴങ്ങൊക്കെ ഡിഗ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെഷീനാണ്. അത് കുതിര വലിക്കുന്നതാണ്. 1900 ഉണ്ടായിരുന്ന മെഷീനാണത്. ഇത് 1988 ഉണ്ടായിരുന്ന ഒരു മെഷീൻ, അല്ല 1890 ഉണ്ടായിരുന്നൊരു മെഷീൻ. ഇത് 1906 ഒക്കെ ഉണ്ടായിരുന്ന ഒരു മെഷീൻ. ടൂൾസ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ മെയിനായിട്ട് അരിവാള്, വാക്കത്തി, ചെറിയ കത്തി ഇതൊക്കെയുള്ളൂ. പക്ഷേ ഇതൊക്കെ ഓരോ ആവശ്യങ്ങൾക്കും ഇവർ ഓരോ ടൈപ്പ് ടൂൾസ് പണ്ട് മുതലേ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതൊക്കെ 1900 അതിന് മുമ്പും ഒക്കെയുള്ള ടൂൾസുകളാണ്. പല ടൈപ്പ് പാത്രങ്ങൾ, ഹീറ്റർ, ട്രെയിനിൻ്റെ എൻജിൻ വരെയുണ്ട്. 1949 മുതൽ 31 വർഷം സർവീസ് ചെയ്ത ഒരു ട്രെയിനാണ് നമ്മൾ ഈ കാണുന്നത്. ആ ഒരു ട്രെയിനിൽ ഘടിപ്പിച്ചിരിക്കുന്നു എന്നുള്ളൂ. ഇത് 1919 മറ്റേ 50 ടണ്ണൊക്കെ കൊണ്ടുപോകുന്ന എന്താ പറയുക വലിയ ക്യാരിയർ ട്രെയിനാണ്. ഇതിൻ്റെ അകം ഒന്ന് കാണാം, ഫുള്ള് വുഡനാണ്. ഇത് റിയലായിട്ടുണ്ടായിരുന്ന ആ ഒരു ട്രെയിനിൻ്റെ ബോഗി തന്നെ അവർ കൊണ്ടുവന്ന് ഇവിടെ വെച്ചിരിക്കുന്നു. കണ്ടോ, സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനായിട്ട് മരത്തിൻ്റെതാണ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ മുകളിൽ വയ്ക്കുമായിരിക്കും. ഈ ട്രെയിനിൻ്റെ ബാക്കിലായിട്ട് നമുക്ക് 1878 മുതലുള്ള ഒരു ട്രെയിനിൻ്റെ ഒരു പാർട്ട് കാണാം. കൂടാതെ ട്രെയിൻ പോലെ വലിച്ചുകൊണ്ട് പോകുന്ന മറ്റൊരു
ചങ്ങലയിട്ട് കൂട്ടി കെട്ടി വലിച്ചുകൊണ്ട് പോകുന്നൊരു ചെറിയൊരു വണ്ടി. നമുക്ക് ട്രെയിനിൻ്റെ അകത്തുനിന്ന് കയറി വെക്കാം. സ്റ്റിയറിങ്ങൊക്കെ ഇവിടെ കാണാം. ഇത് സ്ലീപ്പറായിരുന്നു കേട്ടോ. എൻ്റെ പൊന്നെ, ഇതൊക്കെ ഒറിജിനൽ ട്രെയിനാണ്, അത് ജസ്റ്റ് മോഡലൊന്നുമല്ല. നോക്കി, പ്ലീസ് ഡു നോട്ട് പ്ലേ ഓൺ ദ ബെഡ്. കളിക്കരുതെന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ ഇതുണ്ടോ, അന്നത്തെ ഒരു സിസ്റ്റമാണിത്. ഇരിക്കാനുള്ളവരൊക്കെ അവിടെ ഇതിൽ കയറിയിട്ട് വേണം, സ്റ്റെപ്പ് കയറിയിട്ട് വേണം അവിടെ ഇരിക്കണം. അവിടെ ഒരു സീറ്റ്, ഇവിടെ ഒരു സീറ്റ്. നല്ല അടിപൊളിയായിട്ട് കാഴ്ചകളൊക്കെ കാണാം. ഇന്ന് പോലും ഇത്രയും അടിപൊളി കാഴ്ചകളുള്ള സംവിധാനമുള്ളത്. ഇവിടെ സീറ്റിംഗ്, ഇവിടെ കിടക്കാനുള്ളവർക്ക് അവിടെ. അതാണ് അതിൻ്റെ ഒരു സിസ്റ്റം. ഇത് ടാപ്പുണ്ട്, വെള്ളത്തിനുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ട്. ഓഫീസ് പോലെ ഇതൊക്കെ, ഇതൊരു എന്താ പറയുക, ക്യാൻറ്റീൻ പോലെയാണ് തോന്നുന്നു. ബാക്കിൽ നിൽക്കുന്നു. ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഹിസ്റ്ററിയാണ് കേട്ടോ. ഇത് സ്റ്റോപ്പ് ചെയ്ത് സൂം ചെയ്ത് വായിക്കാൻ പറ്റുന്നവരൊക്കെ വായിക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. പിന്നെ നമുക്കധികം സമയമില്ല, ഇനി പെട്ടെന്ന് ബാക്കിയുള്ള കാഴ്ചകളിലൂടെ കാണിക്കാം. കാർഷികമായിട്ടും ട്രാൻസ്പോർട്ടിങ്ങിനുമായിട്ടും ഒക്കെ ഉപയോഗിച്ചിരുന്ന ട്രാൻസ്പോർട്ടേഷൻ എക്യുപ്മെൻറ്റ്സും വെഹിക്കിൾസുമാണ് നമ്മൾ കാണുന്നത്. ഒരുപാട് പഴക്കമുള്ളതൊക്കെ എല്ലാം നിങ്ങളൊന്ന് കാണുക. ഓരോന്ന് നിർത്തി കാണിക്കാനുള്ള നമുക്ക് സമയമില്ല. അത്ഭുതമാണ് കേട്ടോ. ഇത് കാണാൻ തന്നെ നമ്മൾ വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാനിപ്പോൾ ഒരു മണിക്കൂർ കൊണ്ട് ഇതിൻ്റെ ഒരു കാൽഭാഗമേ കണ്ടിട്ടുള്ളൂ. നമ്മൾ വിശദീകരിച്ച് പറയുമ്പോൾ ഇതിനിപ്പോൾ എനിക്ക് എന്താ പറയുക, ഒരു അരമണിക്കൂർ കൊണ്ട് ബാക്കിയുള്ള തീർക്കണം. എന്താ ലക്ഷറി വണ്ടി, അടിപൊളി ഒരു വണ്ടി. പണ്ട് കാലത്തെ ഓരോ വണ്ടികളൊക്കെ എന്തൊരു ഭംഗിയാണെന്ന് നോക്ക്. അതുപോലെ തന്നെ സൈക്കിളുകൾ, കുട്ടികളുടെ വണ്ടികൾ, മോട്ടോർ സൈക്കിളുകൾ, അത്ഭുത വണ്ടികളാണ് കേട്ടോ. ഇതെല്ലാം നമ്മൾ നിന്ന് സമയമെടുത്ത് കാണുന്ന ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മുടെ സമയം കഴിയാറായിക്കൊണ്ടിരിക്കുന്നു. കുതിരവണ്ടി നോക്കിയേ, മറ്റൊരു കുതിരവണ്ടി, ഐസിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മറ്റൊരു ലാൻഡ് റോളർ, ജിഗർ വാഗൺ. ഇനി നമ്മൾ കാറിൻ്റെ ഒരു ഏരിയയിലേക്ക് കടക്കാൻ പോവുകയാണ്. 1970 യൂസ് ചെയ്തുകൊണ്ടിരുന്നൊരു വണ്ടിയാണിട്ടത്. യെസ്, 1961 വണ്ടി. നമ്മുടെ കോണ്ടസയുടെ ഒരു മോഡല്, ഇമ്പീരിയൽ. സെയിം കോണ്ടസ് അല്ലേ, 1972 വണ്ടിയാണ്. നമ്മുടെ സ്വന്തം അംബാസഡറിൻ്റെ ജ്യേഷ്ഠൻ. ഒരു രക്ഷയില്ല കേട്ടോ, എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ വണ്ടിയാണ്. 1941 വണ്ടിയാണത്. 1985 സംശയമുണ്ട് കേട്ടോ. 1973 ഫോക്സ് വാഗൻ ബീറ്റിൽ, 1964 കിങ് മിഡ്ജറ്റ്, ക്യാമ്പർ 1946 ക്യാമ്പറാണിത്. ആ കാണുന്നതെല്ലാം ഫോർഡിൻ്റെ വണ്ടികളാണ്. പിന്നെ മുകളിൽ കുറച്ച് കുതിരവണ്ടികളൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. ഇതൊക്കെ എല്ലാം ഒറിജിനൽ വണ്ടികളാണ്. സ്കീയിങ്ങിന് ഉപയോഗിച്ചിരുന്ന പണ്ട് കാലത്തെ ഓരോ എന്താ പറയുന്നത്, അതിൻ്റെ എക്യുപ്മെൻറ്റ്സ് വണ്ടികൾ തന്നെ പറയാം. ട്രാൻസ്പോർട്ടിങ് ആണല്ലോ. നമ്മൾ കാണാനുള്ള ബാക്കി കാറുകളാണ് ഈ കിടക്കുന്നത്. 1928 ബൈക്ക് ഏതാ ബ്രാൻഡ്, അടിപൊളി. അന്നേരം ഇത്രയും നല്ല വണ്ടികളുണ്ടോ? ഇത് അടുത്ത കാറ് 1923 പെക്കാർഡ് കൂപ്പേ. പണ്ടത്തെ ഗ്യാസ് സ്റ്റേഷൻ്റെ ഓരോ ഐറ്റംസ്. നമ്മുടെ നാട്ടിലെ തനി കാളവണ്ടിയുടെ സെയിം വണ്ടി, പക്ഷെ കുതിരവണ്ടി ആയിരിക്കും ഇത്. ഇതും മറ്റൊരെണ്ണം. ഇവിടെ നമുക്ക് കുറച്ച്
ജീപ്പ് മോഡൽ വണ്ടികൾ, പാല് കൊണ്ടുപോകുന്ന വണ്ടിയുണ്ടോ, ഡയറി വാഗൺ. ഇതൊക്കെ കുറച്ചുകൂടി ബിഗ്ഗറായിട്ട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള വണ്ടികൾ. അതായത് കണ്ടില്ലേ, ഇതൊക്കെ 1927 കേട്ടോ. മൈ ഗോഡ്, വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇതടുത്ത വണ്ടി. കുറച്ച് വണ്ടികൾ നമ്മളിങ്ങ് കടന്നു പോന്നു. ഇത് കണ്ടില്ലേ, ഈ കുട്ടികളുടെ കാർട്ടൂണിലൊക്കെ ഓരോ വണ്ടികൾ കാണിക്കുമ്പോൾ ആ സെയിം വണ്ടികൾ ഇവിടെ ഉണ്ടായിരുന്നു. നമ്മളൊക്കെ അതൊരു ജസ്റ്റ് വരച്ച് ഉണ്ടാക്കണമെന്നുള്ളായിരുന്നു ഒരു ചിന്ത. 1955 മാക് കോൾ ഓയിൽ കോക്ക് പാവിങ് റോളർ. 1970 യൂസ് ചെയ്തിരുന്ന, നമ്മുടെ നാട്ടിൽ മിറ്റിലൊതുക്കി എന്ന് പറയും, റോളർ. വേറൊരു വണ്ടി. പിന്നെ വുഡൊക്കെ കട്ട് ചെയ്യാൻ യൂസ് ചെയ്തിരുന്ന പണ്ട് മുതൽ 1890-കളിൽ, 1930, 1920, 1900, 1915 വുഡ് കട്ട് ചെയ്യാനൊക്കെ ആയിട്ട് യൂസ് ചെയ്തിരുന്ന ടൂൾസ്. ട്രക്കുകൾ ഇപ്പോഴും ഇങ്ങനത്തെ വുഡ് വെച്ചിട്ടുള്ള ബോഡിയുള്ള ട്രക്കുകൾ ഇവിടെ നമുക്ക് ചില സമയത്ത് കാണാൻ പറ്റും. പല ടൈപ്പ് ട്രക്കുകൾ. ഇനി നമ്മൾ കാണുന്നത് 1890 മുതൽ യൂസ് ചെയ്തിരുന്നൊരു റെയിൽവേ സ്റ്റേഷനുണ്ടല്ലോ, നമ്മുടെ എന്ന് പറയുന്ന പോലെ ഒരു സ്ഥലമാണ്. നമുക്കതിൻ്റെ അകത്തേക്ക് കയറാം. എൻഫീൽഡ് എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. ഒരു റെയിൽവേ സ്റ്റേഷൻ അതുപോലെ തന്നെ 1890 മുതലുള്ളതാണ് കേട്ടോ. ആ ഒരു സ്റ്റേഷൻ അങ്ങനെ തന്നെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. കണ്ടോ, അന്ന് എടുക്കാനുള്ള ഓരോ എന്താ പറയുക, ഫില്ല് ചെയ്യാനുള്ള സംഗതികളൊക്കെ വയ്ക്കുന്നത്, കാര്യങ്ങൾ, ഓഫീസ്, ടൈപ്പ് ചെയ്യുന്ന സംഭവങ്ങൾ. ആ ഓഫീസ് 1890 ഒരു ഓഫീസ് കാണുന്നത്, അവരുടെ ഓഫീസേഴ്സിൻ്റെ തൊപ്പികൾ, കാര്യങ്ങൾ. എന്താ, നമുക്ക് ശരിക്കും പറഞ്ഞാൽ വേറെ ഒരു പ്രത്യേക ഫീലാണ് ഇവിടെ വരുമ്പോൾ. വുഡിൻ്റെ ഇരിക്കാനുള്ള സംഭവം. അതായത് എന്താ, യൂണിയൻ സ്റ്റൗ വർക്ക്സ്, സ്റ്റൗവോ, അതൊക്കെയാണ്. നമുക്കിനി അടുത്തതായിട്ട് കുറേ ട്രക്കുകൾ കാണാം. പണ്ട് കാലം മുതൽ യൂസ് ചെയ്തിരുന്ന കുറേ ട്രക്കുകൾ. 1961, 1970 ഡയമണ്ട് റിയോ, 1958. ഇത് ട്രെയിലറാണ് കേട്ടോ. ഇതാണ് ആ ട്രെയിലർ, അതുപോലെ തന്നെ കൊണ്ടു വച്ചേക്കുക. 1958 ഒരു ട്രെയിലറാണ്. നമുക്ക് വിശ്വസിക്കാൻ പറ്റും അല്ലേ. 27 ടൺ കപ്പാസിറ്റി കൊണ്ടുപോകാൻ പറ്റും ഇതിൽ. നമ്മളിപ്പോൾ കണ്ട പോലെ 2 ട്രെയിലറുകളുണ്ട്. ഒന്ന് അതിൻ്റെ എൻജിൻ, പിന്നെ അതിൻ്റെ ബോഡി. മറ്റേ നമ്മൾ അവിടെ കണ്ട് അതിൻ്റെ അങ്ങനെ. ഇനി നമ്മുടെ 3 എണ്ണം ഉണ്ട് കേട്ടോ. ഒരെണ്ണം കൂടിയുണ്ട്. ഒരു സ്റ്റെപ്പിനിരിക്കുന്ന നോക്കിയാൽ അന്നത്തെ ഏകദേശം നമ്മൾ ഫിനിഷിംഗ് ലൈനിലേക്ക് എത്തുന്നു. 1931 റിയോ റോയൽ സ്പോർട്സ് കൂപ്പെ. ഇത് USA. ഇത് ഏതാ വണ്ടി? വില്ലീസാണ്. അടിപൊളിയാണ് ഏതായാലും. എൻ്റെ പൊന്നോ, ഇനിയാണ് ഒരു ജയൻ്റ് സാധനം കാണാൻ പോകുന്നത്. World War II യൂസ് ചെയ്തൊരു വണ്ടി. മൈ ഗോഡ്, അതിൽ യൂസ് ചെയ്ത മെമ്മോറിയൽ പല സംഭവങ്ങളും ഇതിൻ്റെ അകത്തുണ്ട്. വണ്ടി മാത്രമല്ല, ബോംബ്, മിസൈൽ, ഇതൊക്കെയാണോ അതിൽ യൂസ് ചെയ്തിരുന്ന എല്ലാ തോക്കുകൾ. ഇവിടുത്തെ പണ്ടത്തെ കോസ്റ്റ് ഗാർഡ്, അതുപോലെ ആർമിയുടെയൊക്കെ യൂണിഫോം. നമ്മളാ കണ്ട ജീപ്പ് ഒരെണ്ണം കൂടി കിടക്കുന്നുണ്ട്. USA CPT ഹാറോൾഡ് കണ്ട. ഇവർ വരുമ്പോൾ ഇവിടെ ഗ്രാൻഡ് പേ ഒക്കെ യൂസ് ചെയ്യുന്നതാണെന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് ഇവിടെ നിൽക്കുന്നവർ പറയുന്നുണ്ട്. ഇവിടെയുള്ള എല്ലാ ആൾക്കാരും തന്നെ മിലിറ്ററിയിൽ ജോലി ചെയ്തവരൊക്കെയാണ്. അതിൻ്റെ ചെറിയൊരു മോഡൽ താഴെ കാണാം. എന്താ വണ്ടി ഇതൊക്കെ അല്ലേ.
വിശ്വസിക്കാൻ പറ്റില്ല, അത്രയും വർഷങ്ങൾക്ക് മുമ്പ് 1952 യൂസ് ചെയ്തിരുന്നതാണ്. നല്ല അടിപൊളി ഒരു മ്യൂസിയം ആയിരുന്നു. ബംഗൂറിലുള്ളവർ, മെയിനിലുള്ളവർ, ന്യൂയോർക്കിൽ മുകളിലേക്ക് താമസിക്കുന്നവർക്കൊക്കെ വന്ന് കാണാൻ പറ്റിയ അടിപൊളി ഒരു മ്യൂസിയമാണ്. നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് അത് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും വന്ന് കാണുക. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, എനിക്കിത് കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ ഇനി ഇവിടുന്ന് നമ്മുടെ ബംഗൂറിലെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് നമ്മളിനി തിരിച്ച് ലോസ് ആഞ്ചൽസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ബോസ്റ്റണിലേക്ക് ബസ് കയറാനായിട്ട് ബംഗൂർ കോൺകോർഡിൻ്റെ ബസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ഇത്തിരി ലേറ്റ് ആയിട്ടായിരിക്കും കാണുന്നത്, കാരണം ഇത് ഇത്ര വലിയ വീഡിയോ ആയതുകൊണ്ട് നമ്മൾ പിന്നീടാണ് പോസ്റ്റ് ചെയ്യുള്ളൂ. എന്തായാലും നമുക്കിനി ബാക്കിയുള്ള കാഴ്ചകളിലേക്ക് പോകാം. താങ്ക്